Hi dears, welcome back to Aisha's Creations. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കായ വറുത്തതിന്റെയും അതുപോലെ തന്നെ ശർക്കര വരട്ടിയുടെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. രണ്ടിന്റെയും ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ കായ തന്നെയാണ്, പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ അരിഞ്ഞെടുക്കുന്ന കായ ഇടാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആ കായയുടെ ഒരു പശയുണ്ടല്ലോ, അപ്പോൾ അത് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പേപ്പർ ഇട്ട് കൊടുത്തേക്കാണ്. ചിലപ്പോൾ അത് ചാടും. പിന്നെ അത് കളയലൊരു പണിയാണ്. എണ്ണ ഒഴിച്ചൊക്കെ കളഞ്ഞാൽ മതി. ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഈ പഴത്തിൻ്റെ തൊലി പൊളിക്കും പോലെ തന്നെ ഇങ്ങനെ കീറിയെടുക്കണം. നമ്മൾ സാധാരണ കായ പുലർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയല്ലേ ചെയ്യാറ്. അതായത് തൊലി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയല്ലേ. ഇത് ഇങ്ങനെ തന്നെ മാറ്റിയെടുക്കണം കേട്ടോ. ഇത് രണ്ടുമൂന്ന് വരയുവാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവും കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ തൊലി നമ്മൾ കളയുന്നില്ല. ഈ തൊലി വെച്ചിട്ട് നമ്മൾ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അന്നുണ്ടാക്കാൻ പറ്റിയില്ലും ഇതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം എങ്ങാനും നമ്മൾ സാധാരണ പോലെ തന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കായയുടെ തൊലി കൊണ്ട് ഇങ്ങനെ എടുത്താണെന്നൊന്നും പറയത്തൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെയുള്ള ഒരു തോരൻ ഒരു മെഴുക്കുവരട്ടി തന്നെയാണ് കേട്ടോ. എന്താണോ ഇതിൻ്റെ ഒരു ഇച്ചിരി പിടിച്ചിരിക്കുന്ന ടൈപ്പ് ഒരു ഇതാണ് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത്. സാധാരണ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വിട്ടു തന്നതാണ്. എന്താണോ എന്തോ പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുള്ള പോലെ. പക്ഷേ ഇതെന്താണെങ്കിലും ഇതിൻ്റെ തൊലി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളയണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിയാവില്ല. ഇതൊക്കെ ഞാൻ എടുത്തു വയ്ക്കുകയാണ്. ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാനുള്ള കേട്ടോ. ഇത് മാത്രം നമുക്ക് കളഞ്ഞാൽ മതി. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. തോരനല്ല, മെഴുക്കുവരട്ടി. അപ്പോൾ ഇനി കായൊക്കെ ഈ മഞ്ഞൾ വെള്ളത്തിൽ നിന്നും എടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റൊക്കെ നല്ല പോലെ നമുക്ക് തുടച്ചെടുക്കണം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ നമുക്കത് നന്നായിട്ടൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. എന്നിട്ട് ശർക്കര വരട്ടിക്കുള്ളത് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കണം. കായ വറുക്കാനുള്ളത് പിന്നീട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര വരട്ടിക്കുള്ള ഒരു കായ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ച കായ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വറുത്തെടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ച് നോക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അത് വറുത്തത് ശരിയായോ എന്ന് അറിയാനായിട്ട് ഓരോ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റേ വേവാത്ത പോലെ ഉണ്ടെങ്കിൽ അന്നേരം എടുക്കരുത്. അപ്പോൾ നല്ലതായിട്ട് ക്രിസ്പിയായി വന്നെ എന്നിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. ഇതൊക്കെ ഒരു 2 ടീസ്പൂൺ ഉപ്പുനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് നമുക്ക് പിടിച്ചോളും. സാധനം അല്ലെങ്കിൽ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. വറുത്ത് കഴിഞ്ഞതിന് ശേഷം ആകുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് പിടിച്ചോളും. അപ്പോൾ നല്ലതായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കായ കൂടി വറുത്തെടുക്കാം. അപ്പോൾ കായ ഇതുപോലെ ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ എണ്ണയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് എണ്ണയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. ഇപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എനിക്കത് പ്രാക്ടീസായി. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിപ്സ് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കി വരുമ്പോഴത്തേനും അതിൻ്റെ ചൂടാറി ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ല ക്രിസ്പിയായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ശർക്കര വരട്ടിക്കുള്ള ആ ഒരു ചിപ്സ് ഉണ്ടാക്കിയെടുക്കണം അത്രയും സമയം വേണ്ടി വരില്ല കേട്ടോ. ഇതിന് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇനി ശർക്കര വരട്ടിക്കുള്ള ആ ഒരു ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. എത്രയാണോ കായ എടുക്കുന്നത് അതിൻ്റെ പകുതി, അതിൻ്റെ 1/3 ശർക്കര ആവശ്യമുള്ളത് കേട്ടോ. അതായത് 600 ഗ്രാം കായ ഉണ്ടെങ്കിൽ 200 ഗ്രാം ശർക്കരയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത്രയും ശർക്കര എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒറ്റനൂൽ പരുവം ആവുമ്പോൾ ഒരു നൂൽ പരുവം അതായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, പിന്നെ ചുക്ക് പൊടിച്ചത്. ഈ ചുക്ക് പൊടി ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മളിത് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം വേണം കേട്ടോ അതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോഴാണ് ആ ഒരു പുറമേയൊക്കെ നല്ലൊരു ചെറിയൊരു വൈറ്റ് കോട്ടിങ് പോലെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നത്. പിന്നെ ഇത് ഓരോന്നും നന്നായിട്ട് ഇങ്ങനെ വിടിച്ചെടുക്കണം കേട്ടോ. അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വിടിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ എടുക്കുമ്പോൾ ചെറുതായിട്ട് എന്താ പറയുക ഒരു തണുത്തിരിക്കും പോലെ ആയിരിക്കും ഇരിക്കുന്നത് ഈ സമയത്ത് എടുക്കുമ്പോൾ. അത് കുറച്ച് സമയം ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ട് വന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്ങനെ കായ വറുത്തതും ശർക്കര വരട്ടി ഓണത്തിനുള്ള അല്ലെങ്കിൽ സദ്യക്കുള്ള കായ വറുത്തതും ശർക്കര വരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.